അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പാറ പിളർന്നു വന്ന ഒട്ടകം. സമൂദ് ഗോത്രക്കാർ ഒരു മലമുകളിലുള്ള വലിയ ഒരു പാറയെ ആരാധിച്ചിരുന്നു. ആ വലിയ പാറയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വലിയ ഒട്ടകത്തെ സൃഷ്ടിച്ചത്. സമൂദ് ഗോത്രക്കാർ കഠിനാധ്വാനികളും നല്ല കരകൗശല വിദഗ്ധരുമായിരുന്നു. അവർ മലമുകളിൽ മനോഹരമായ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിച്ച് അവിടെ താമസിച്ചിരുന്നു. അവർ അല്ലാഹുവിനെ ആരാധിച്ചിരുന്നില്ല. പകരം അവർ പാറകളെയും വിഗ്രഹങ്ങളെയുമാണ് ആരാധിച്ചിരുന്നത്. അപ്പോഴാണ് സമൂദ് ഗോത്രക്കാരിൽ നിന്നും ഒരു പ്രവാചകനെ അല്ലാഹു തിരഞ്ഞെടുത്തത്. അതായിരുന്നു സ്വാലിഹ് നബി അലൈഹിസ്സലാം. ഒരു ദിവസം സമൂദ് ഗോത്രക്കാർ പതിവ് പോലെ മലമുകളിൽ ഒരു വലിയ പാറക്ക് ചുറ്റും കൂടി. അവർ ആ പാറയെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ തങ്ങളുടെ പൂർവികരെ കണ്ട് അവരും അത് ആരാധിക്കാൻ തുടങ്ങി. അവർ ആ പാറയുടെ തൃപ്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി ആടുകളെ ബലിയർപ്പിച്ചിരുന്നു. സ്വാലിഹ് നബി ഇത് കണ്ട് ദുഃഖിതനായിക്കൊണ്ട് പറഞ്ഞു, എന്റെ സമൂഹമേ, ഏകദൈവമായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ പറഞ്ഞു, ഓ സ്വാലിഹ്, ഞങ്ങൾ എപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ തലവനായി മാറുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കുവാൻ എന്തിന് ഞങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് എല്ലാം അവൻ തന്നു. സൂര്യൻ, ചന്ദ്രൻ, പർവ്വതങ്ങൾ, കടലുകൾ, നിങ്ങൾക്ക് ചുറ്റും കാണുന്ന എല്ലാ സംഭവങ്ങളും അള്ളാഹു തന്നു. അപ്പോൾ തലവന്മാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്നാൽ ഒരു അത്ഭുതം കാണിച്ചു തരിക, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരിക, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ആ കാണുന്ന പാറയിൽ നിന്നും ജീവനുള്ള വലിയൊരു ഒട്ടകത്തെ ഉണ്ടാക്കുവാൻ നിന്റെ ദൈവത്തോട് പറയുക. അപ്പോൾ മറ്റൊരു തലവൻ പറഞ്ഞു, അതെ, ഒട്ടകം ഗർഭിണിയായിരിക്കണം. അപ്പോൾ പ്രവാചകൻ കുറച്ചു സമയം ചിന്തിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു ഈ ദൃഷ്ടാന്തം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഏകദൈവമായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അവന്റെ ദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുമോ? അതെ എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് അവരുടെ ആവശ്യം നടത്തിക്കൊടുക്കുവാൻ പറഞ്ഞു. അപ്പോൾ നബി അള്ളാഹുവിനോട് അവരുടെ ആവശ്യം നടത്തിക്കൊടുക്കുവാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വലിയ പാറക്കല്ല് തകരുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് പാറ പിളർന്ന് രണ്ടായി മാറി. അതിൽ നിന്നും അതിസുന്ദരിയായ ഒരു ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ വലിപ്പമുള്ളതും ഗർഭിണിയുമായിരുന്നു. ജനങ്ങൾ ഒട്ടകത്തെ കണ്ടപ്പോൾ വളരെ ആശ്ചര്യപ്പെട്ടു. അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ചിലർ കണ്ട കാര്യങ്ങൾ വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലർ, സമ്പന്നരും ശക്തരും, അതൊരു മാജിക് ആണെന്ന് കരുതി. അള്ളാഹു തന്റെ മഹത്വം കണ്ട് ആ പാറയിൽ നിന്നും വരുത്തിയ ഒട്ടകത്തിന് മുമ്പിൽ പ്രവാചകൻ സാഷ്ടാംഗം നമസ്കരിച്ചു. പലരും അങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുകയും ചെയ്തു. പ്രവാചകൻ പറഞ്ഞത് സത്യമാണ് എന്ന് അവർ പറഞ്ഞു. അള്ളാഹു യഥാർത്ഥ ദൈവമാണ്. എന്നിട്ട് പോലും വിശ്വാസികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. മറ്റു ചിലരുടെ മനസ്സ് എന്നാലും അള്ളാഹുവിൽ വിശ്വസിക്കുവാൻ അവർ തയ്യാറായില്ല. 3 ദിവസം കഴിഞ്ഞു ആ ഒട്ടകം അതിസുന്ദരനായ ഒരു ആൺ ഒട്ടകത്തെ പ്രസവിച്ചു. ആ ഒട്ടകം എല്ലാ സമയത്തും അവന്റെ അമ്മയെ പിന്തുടർന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ഒട്ടകവും അതിന്റെ കുഞ്ഞും സ്നേഹത്തിന്റെയും കരുണയുടെയും ചിഹ്നങ്ങളായി മാറി. അപ്പോൾ പ്രവാചകൻ തന്റെ ജനതയോട് പറഞ്ഞു, നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്നു മേഞ്ഞു തിന്നുവാൻ ആ ഒട്ടകത്തിനെ വിട്ടേക്കുക. നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. അങ്ങനെ ദിവസങ്ങൾ ധാരാളം കഴിഞ്ഞുപോയി. ഒട്ടകം ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. കിണറിനരികിൽ നിന്ന് ഒട്ടകം വെള്ളം കുടിക്കുമ്പോൾ മറ്റു ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ കിണറിനടുത്തേക്ക് പോവാൻ കഴിഞ്ഞിരുന്നില്ല. ഒട്ടകത്തിന്റെ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവരുടെ വായിൽ വെള്ളമൂറി. അവർ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, പ്രവാചകരെ, ഒട്ടകം പാൽ ചുരത്തുന്നുണ്ട്. ഏതായാലും അത് മുഴുവനും ആ കുഞ്ഞ് കുടിച്ചു തീർക്കില്ല. അതുകൊണ്ട് അതിന്റെ പാൽ എടുക്കുന്നതിന് അനുവദിക്കണം. പ്രവാചകൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് അവർക്ക് സമ്മതം നൽകി. അദ്ദേഹം ഒട്ടകത്തിന് വെള്ളം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഒട്ടകം വെള്ളം കുടിക്കുന്ന സമയം അവർക്ക് അതിന്റെ പാൽ ചുരത്താം. അടുത്ത ദിവസം അതിന്റെ പാൽ അതിന്റെ കുഞ്ഞിന് നൽകണം എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അവർ അത് അംഗീകരിച്ചു. ഒട്ടകം ആവശ്യത്തിനധികം പാൽ നൽകി. സമൂദ് ഗോത്രത്തിലെ ജനങ്ങൾക്ക് തികയുന്നത്ര ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു. എന്നാൽ പിന്നീട് അവിശ്വാസികളുടെ ശബ്ദം ഉയരാൻ തുടങ്ങി. അവരുടെ വിഗ്രഹങ്ങളിൽ നിന്നും മറ്റുള്ളവരെ അകറ്റിയതിനാൽ അവർക്ക് നബിയോട് ദേഷ്യമുണ്ടായിരുന്നു. സമൂദ് ഗോത്രം ഇപ്പോൾ രണ്ടായി പിളർന്നു. ഒന്ന് മുസ്ലിങ്ങളും മറ്റൊന്ന് അവിശ്വാസികളും. അവിശ്വാസികൾ മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. അവരുടെ വിശ്വാസങ്ങളെ പോലും അവർ കളിയാക്കി. സ്വാലിഹ് നബി പറയുന്നത് സത്യമാണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്നു.
ഏക ഇലാഹായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വാസികൾ പറഞ്ഞു. എന്നാൽ അവിശ്വാസികൾ പരസ്യമായി അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞു. അവർ നല്ല സമ്പത്തുള്ളവർ ആയിരുന്നു. അതിൽ പല പ്രമുഖന്മാരും നബിക്കെതിരെ തന്നെയായിരുന്നു. പ്രവാചകൻ ജീവിച്ചിരുന്നാൽ അത് നമ്മുടെ ദൈവങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് അവർ കരുതി. ഒരിക്കൽ അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒട്ടകത്തെ കൊല്ലാൻ പദ്ധതിയിട്ടു. സമൂദ് ഗോത്രത്തിലെ അഭിസാരിണികളായ സ്ത്രീകളുടെ സഹായത്തോടെ 9 മല്ലന്മാരെ ഒട്ടകത്തെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടു. അടുത്ത ദിവസം അവർ ഒട്ടകത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ ഒരാൾ ഒട്ടകത്തിന്റെ കാലിൽ അമ്പ് ചെയ്തു. അപ്പോൾ ഒട്ടകം കരയാനും ഓടാനും തുടങ്ങി. എന്നാൽ അമ്പ് അതിന്റെ കാലിൽ തറച്ചതിനാൽ ഒട്ടകത്തിന് ഓടാൻ സാധിച്ചില്ല. എന്നാൽ മറ്റുള്ളവർ വാളുമായി പിന്തുടർന്ന് അതിന്റെ മറ്റേ കാൽ വെട്ടി. അപ്പോൾ ആ ഒട്ടകം താഴെ വീണു കരയുവാൻ തുടങ്ങി. അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് ആ ഒട്ടകത്തെ കുത്തിക്കീറാൻ തുടങ്ങി. ഒടുവിൽ ആ ഒട്ടകത്തിന്റെ ജീവൻ പൊലിഞ്ഞു. ആ ഒട്ടകത്തെ കൊന്നവർക്ക് വമ്പൻ സ്വീകരണം അവർ ഒരുക്കി. അവർ മദ്യവും പാട്ടും നൽകി. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നാൽ അവർ ഈ ദൗത്യത്തിൽ അള്ളാഹുവിനെ ജയിച്ചതായി കരുതി. എന്നാൽ ജീവനില്ലാതെ കിടക്കുന്ന ഒട്ടകത്തിനെ കണ്ട് പ്രവാചകന്റെ ഹൃദയം തകർന്നു. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, 3 ദിവസം കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാം, കാരണം അള്ളാഹു നിങ്ങൾക്കുള്ള ശിക്ഷ അയക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാണ് 3 ദിവസമാക്കുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് തന്നുകൂടെ എന്നവർ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. അങ്ങനെ സ്വാലിഹ് നബി പറഞ്ഞ ശിക്ഷയുടെ ദിവസങ്ങൾ വന്നെത്തി. അവിശ്വാസികൾ പാറക്കല്ല് കൊണ്ടുണ്ടാക്കിയ ഭവനങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കുമെന്നവർ പ്രതീക്ഷിച്ചിരുന്നു. പെട്ടെന്നൊരു ഇടിനാദം അവർ കേട്ടു. അതിനോടൊപ്പം ഭൂമികുലുക്കവും ഉണ്ടായി. ഭൂമി അവരെ എല്ലാവരെയും കൊല്ലും വീതം ഇളകിമറിഞ്ഞു. എന്നാൽ അവരുടെ ബലമുള്ള വീടുകളോ കല്ലുകൊണ്ട് നിർമ്മിച്ച ഭവനങ്ങളോ അവരെ സംരക്ഷിച്ചില്ല. എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ അവരെല്ലാവരും കൊല്ലപ്പെട്ടു. സമൂദിലെ എല്ലാ മനുഷ്യരെയും കൊല്ലപ്പെട്ടിരുന്നു. സമൂദിലെ എല്ലാ മനുഷ്യരെയും കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ വിശ്വാസികളെ മാത്രം അള്ളാഹു രക്ഷപ്പെടുത്തി. ഇതാണ് ഈ ചരിത്രത്തിന്റെ ചുരുക്കം. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.